ഹലോ ഗൈസ്, ഡേ ടു വിന്നിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ ന്യൂ ഇയർ എന്തൊക്കെയാണ് റെസൊല്യൂഷൻസ് വല്ലതും ഉണ്ടോ? പിന്നെ ന്യൂ ഇയർ പ്ലാൻസ് എന്തൊക്കെയാണ്? കഴിഞ്ഞ ന്യൂ ഇയർ എങ്ങനെയായിരുന്നു? ന്യൂ ഇയർ എന്നെ വീട്ടിൽ എടുത്തിട്ട് നിങ്ങളെല്ലാം കൂടെ കറങ്ങാൻ പോയി. നിങ്ങള് നമ്മളെ ഒറ്റയ്ക്കാക്കിട്ട് നിങ്ങൾ പോയി. ശബരിമല പോയിട്ട് വന്നതല്ലേ ഞാൻ മറ്റും എങ്കിലൊക്കെ 41 സാമി കളഞ്ഞു പോയി. അതേ വേറൊന്നും അല്ല. നീ ലാസ്റ്റ് ഒന്ന് നീ ഒരു ഡാൻസ് സംഭവം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ഞാനവിടെ നമ്മുടെ അടുത്ത ഫ്രണ്ട് സർക്കിളിൻ്റെ കൂടെ ചിലവഴിക്കുന്നതാണ് ഈ ഓണം ഇതുപോലുള്ള ദിവസങ്ങൾ, ന്യൂ ഇയർ. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ പലപ്പോഴും പല കാര്യങ്ങളും ഇതാണ് കേടാ ഇന്നൊരു സംഭവം നടന്നു എന്ന് വിളിച്ചു പറയുമ്പോഴാണ് അറിയുന്നത്. കാരണം അവരുടെ ആയിരുന്നല്ലോ 2-3 കൊല്ലം മുമ്പ് വരെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഫുൾ ആ ഫ്രണ്ട് സർക്കിളിൻ്റെ കൂടെയാണ്. ഇപ്പം ആകെ പോണ വൈകിട്ട് കളിക്കാൻ പോകും, അല്ലാതെ വേറെ ഒരു ഇതുമില്ല. അപ്പം അങ്ങനെ ഈ ഒരു ദിവസം വരുമ്പോൾ നമ്മളെ പരിപാടിയൊന്നും ഇല്ലാതാകുമ്പോഴത്തേക്കും ഞാൻ അവരോടാണ് പോയി സ്പെൻഡ് ചെയ്യുന്നത്. നമ്മളവിടെ പിന്നെ ആരുമില്ല, എല്ലാവരും ബസ് കയറിപ്പോയി. പിന്നെ മുമ്പേ അവിടെ പോകത്തൊന്നും ഞാൻ കിടന്നിറങ്ങിയിട്ട് നേരത്തെ കിടന്നുറങ്ങും. എന്നിട്ട് 12 മണിയാകുമ്പം എണീച്ചിട്ട് ടി വി ഇടും. അപ്പം ടി വിയിൽ ഇങ്ങനെ നമ്പർ മാറിയിട്ട് പടക്കം പൊട്ടുന്ന ആരെങ്കിലും ഓഫാകും, കിടന്നുറങ്ങും. അങ്ങനെയായിരുന്നു. അത് സത്യം ജീവിതം തന്നെ. അതായിരുന്നു. പിന്നീട് നമ്മള് ക്ലബിൽ പോയി തുടങ്ങിയത്. ക്ലബിൽ പോയിപ്പം മുമ്പ് ഒരു പോയപ്പോ ക്ലബിൽ അടിച്ച് പോലീസ് ഇട്ട് രാത്രി നിൽക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് 12 മണിയാകുമ്പോൾ വർഷങ്ങളായിട്ടുണ്ട്. ഉണ്ട്. നമ്മളവിടെ പോയി നിൽക്കും, ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും ഞെരുക്കി കുത്തി നിൽക്കും. വെട്ടിയുണ്ട് അതിനുശേഷം ഒരു സമയത്ത് ആള് കൂടിയിട്ട് ക്ലിഫിനുണ്ടെന്നൊന്ന് വീണുപോയി. അടിയൊക്കെ നടന്നു. അതായത് ഇപ്പൊ റിസോർട്ടിൽ പാസ്സുള്ളവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. കുറച്ചാളുകൊണ്ട് നമുക്ക് ഈ പരിപാടിയായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി നിന്ന് ഫുഡ് ഉണ്ടാക്കലും എല്ലാരും കൂടെ ഒരുമിച്ച് നിന്ന് ഫുഡ് അടിക്കും. എല്ലാവരുടെ വീട്ടിലും പോകരുത്. ഹാപ്പി ന്യൂ ഇയർ. അല്ലെ പണ്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പൊ ഡിസംബർ ആകുമ്പോൾ നല്ല മഞ്ഞാണല്ലോ. അപ്പൊ അവിടെ വർക്കലെന്ന് പറയുമ്പോൾ ശിവഗിരി ഉത്സവം വരുമല്ലോ. അപ്പൊ നമ്മള് ശിവഗിരി ഉത്സവത്തിനൊക്കെ പോയിട്ട് എല്ലാരും കൂടെ തിരിച്ചു വരണം കേട്ടാ. തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മളൊരു കൂട്ടുകാരൻ്റെ ഇതിന് വേണ്ടി ദീപാവലിക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കുറച്ച് പടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് മേടിച്ച് റോഡിട്ട് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഈ മഞ്ഞും പുകയും കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ വണ്ടിയും കൊണ്ടുവന്ന് നിർത്തും. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിട്ട് പൊട്ടിക്കും. അവർ ഇറങ്ങി വന്ന് ന്യൂ ഇയർ പറയും. ഈ വണ്ടി പോണ 90% നല്ല ബോധത്തിലാണ്. അങ്ങനെ കൊണ്ടുവന്ന് നിൽക്കും, അങ്ങനെ പൊട്ടിക്കും. നല്ല കൊച്ചില്ല, പ്ലസ് 2 പഠിക്കുന്ന സമയത്ത് കണ്ടാണ്. അങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വണ്ടി വന്ന് നമ്മൾ വണ്ടി പറകിട്ട് പൊട്ടിച്ച്, പക്ഷെ ആ വണ്ടി പോണില്ല. അങ്ങനെ അവിടെ നമ്മൾ ഇറങ്ങി എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ജെസിൻ എന്നാണ് പേര്. ഉണ്ടായിരുന്നു. പോലീസ് ഇറങ്ങി ഓടിച്ച്. അങ്ങനെ നമ്മൾ പല വഴിക്ക് പല രീതിയിലൊക്കെ ഓടി കേട്ടാണ്. അങ്ങനെ ഓടി ചാടി ഒരു മതിലൊക്കെ ചാടി അങ്ങ് ചെന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഒരു പോലീസുകാരനെ എടുത്ത് ചാടി. ഞാൻ വിചാരിച്ച പെട്ട്. ഞാൻ അങ്ങനെ അവരെ വീട്ടിൻ്റെ ഒരു അപ്പുറത്തെ ജംഗ്ഷനിലെ വീടാണ്. ഏതോ ഒരു വീട്ടിൻ്റെ ബാക്കിൽ ബാത്റൂമിൽ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് കാണാതെ. ഞാൻ നോക്കിയ പോലീസും അടുത്തെത്തി. വീട്ടിലൊക്കെ അറിഞ്ഞാൽ പ്ലസ് 2 പഠിക്കുന്ന സമയമാണ്, സീനാണ്. ഞാൻ വിചാരിച്ചു തീർന്നു, ഞാൻ അച്ഛൻ്റെ തെരുവിളി കേൾക്കാം. അപ്പോഴത്തേക്ക് വേറെ എൻ്റെ കൂടെ ചാടി വേറൊരുത്തായി പോലീസല്ലേ അവന് വന്ന് എൻ്റെ അടുത്തിരുന്ന്. അപ്പൊ പോലീസ് ഇങ്ങനെ നടന്നു നമുക്ക് കാണാം, ഇരുട്ടത്ത് നമ്മൾ വാഴയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കാണാം. പോലീസ് അതിനെ എത്തി നോക്കിയപ്പോഴത്തേക്ക് ഇവന്റെ ഫോണിൽ ഒരു ബെല്ല്, അന്തിച്ചോപ്പുമായ അങ്ങനെ അവൾ ആ മതിലെടുത്ത് ചാടി ഓടി. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് കറങ്ങി വന്ന് എൻ്റെ ജംഗ്ഷനിൽ വന്ന് വീട്ടിൽ പോകാൻ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും പോയി. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട് ജംഗ്ഷനിലാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ടാറ്റയും പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ലാസ്റ്റായിപ്പോയി. ഞാൻ ഇറങ്ങിയത് പോലീസ് വന്നു. അങ്ങനെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇവൻ്റെ വീട്ടിൽ പോണ കടവങ്കര വഴി പോണ ഒരു ഉച്ച വഴിയുണ്ട്. എനിക്ക് മനസ്സിലായി അതുവഴി രക്ഷപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റേഷനിൽ തന്നെ. അങ്ങനെ നേരെ അതൊരു ജീപ്പ് കയറില്ല. അപ്പോൾ രക്ഷപ്പെടാൻ വേറെ വഴിയില്ല, കാരണം പിടിച്ചുകൊണ്ട് പോകുമല്ലേ, നമ്മളെ പ്രായം അതല്ലേ. അങ്ങനെ നമ്മളതുവഴി കയറി അങ്ങ് പോയി രക്ഷപ്പെട്ട് അങ്ങ് വീട്ടിൻ്റെ അങ്ങോട്ടൊക്കെ അങ്ങ് ഇറങ്ങി. അങ്ങനെ ഇറങ്ങി വഴി ചെന്നപ്പോഴത്തേക്ക് വേറൊരു കൂട്ടുകാരൻ അവിടെ നിൽക്കുന്നു. അവ ഇച്ചിരി പണ്ടേ അടിപിടി തഗ് കൈര്യങ്ങളൊക്കെ ഉള്ള ഒരുത്തനാണ്. അപ്പൊ ഇവനും പടക്കം പൊട്ടിച്ചോണ്ടിരുന്നപ്പോ ഇവനും വഴിത്തിരിഞ്ഞ് അവിടെ വന്നായിരുന്നു. അങ്ങനെ അവൻ വന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് ഷേഖാൻ്റെ ഒക്കെ തന്നിട്ട് കൈ തന്നപ്പോഴത്തേക്ക്
കയ്യിൽ ബ്ലഡ്. അല്ല, പോലീസിന്റെ തോളിലൊരു സ്റ്റാർ അവന്റെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞത് എങ്ങനെ എന്നെ പിടിച്ചോണ്ട് പോയാലേ ഞാൻ ചാടി ഓടിയെന്ന് ചെയ്തിട്ടത്. അതുകൂടെ പിടിച്ചോണ്ട് പോയത്. അതുകൂടെ അവന്റെ കയ്യിൽ എങ്ങനെ കുരുങ്ങി കയറി. ആ കേസ് ഇപ്പോഴും തെളിയിക്കാൻ കിടക്കായിരിക്കും. ഇപ്പൊ പൊക്കിക്കൊണ്ട് പോവാൻ ഇവരെയും പിടിച്ചോണ്ട് പോകും. നോട്ട് ചെയ്തോ. നമ്മളവിടെ ന്യൂ ഇയർ എന്ന് വെച്ചാ ഇപ്പം വീട്ടിലാണ്, ഞാൻ പൊതുവെ വീട്ടിലായിരിക്കും. ഞങ്ങളെ വീട്ടിൽ അടിപൊളി, അച്ഛൻ്റെ വീട്ടിലായിരിക്കും ന്യൂ ഇയർ. അപ്പം എല്ലാവരും വരും. ഇപ്പം ഗൾഫിലുള്ളവരായാലും വരും. അപ്പം മൊത്തത്തിൽ വൈബാ അവിടെ. ഞങ്ങൾ തന്നെ പാട്ട് പാടി, കരോക്കെ ഇട്ട് പാട്ട് പാടി, പിന്നെ എല്ലാ പരിപാടികളും ഉണ്ട്. നമ്മള് പാട്ട് പാടി, പിന്നെ എന്ത് പിന്നെ നമ്മൾ ഈ ഗ്രില്ലൊക്കെ ചെയ്ത്, പിന്നെ പടക്കമൊക്കെ നമ്മൾ വാങ്ങിക്കും. എന്നിട്ട് 12 മണിയാകുമ്പോ പൊട്ടിക്കും. റെസൊല്യൂഷൻസ് പറ നിങ്ങള്, എന്തൊക്കെയാണ് ന്യൂ ഇയറിന് എടുക്കുന്ന എല്ലാവരും ജിമ്മിൽ പോകണം, വയറ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ അത് മറക്കും. ഷുഗർ കട്ട് റെസൊല്യൂഷൻ ആയിരിക്കും. എന്തിന്? ചുമ്മാ ഒരു രസം കട്ട് ചെയ്തോളൂ. ഡോക്ടർ പറഞ്ഞ് കണ്ണിന്റെ ഇവിടെയൊക്കെ ഇങ്ങനെ കറുപ്പ് വരുമല്ലോ ഉറങ്ങാതിരിക്കുമ്പോ, പറഞ്ഞ് രാത്രിയത്തെ പഞ്ചാര കുറയ്ക്കണമെന്ന് പറഞ്ഞു. ഏത് പഞ്ചാര അങ്ങോട്ട് ഷുഗർ കട്ട. ഇത് ഉറങ്ങാതെ മോണി നോക്കിയിരിക്കാതെ കണ്ണ് കറുപ്പ് വരും. എനിക്ക് ഡയറി എഴുതണമെന്നുണ്ട്. എല്ലാ പ്രാവശ്യം വിചാരിക്കും ഡയറി എഴുതണം. ഇനി നീ ഒരു കൊല്ലം ഡയറി എഴുതി തീർക്കണം, എനിക്ക് വായിക്കാൻ തന്നെ. ഇവരാരും ഇന്ന് ആ സെലക്ഷൻ ആറി എന്നെ പരസ്യമായി കളിയാൻ സപ്പോർട്ട് ചെയ്തു. അത് ദൈവം എന്റെ റെസൊല്യൂഷൻ എന്തോന്നു? ഡയറി എഴുതണം. പിന്നെ അടുത്ത വർഷമെങ്കിലും അല്ല അടുത്ത വർഷം കല്യാണം അതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും. ഏതാണ് സമയം? അതില്ല, സമയമില്ല. കഴിഞ്ഞ കഥകളൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയുണ്ട്, പക്ഷേ സമയം പോകും. എന്താ ചെയ്യാ? അപ്പം എല്ലാവർക്കും നമ്മളുടെ വക ഹാപ്പി ന്യൂ ഇയർ. ഗെയിമിലോട്ട് പോയല്ലോ. ഗെയിമിലോട്ടോ? ആ ഇന്നത്തെ കപ്പിത്ത ഗെയിം എന്താണെന്ന് അറിയണ്ടേ? അറിയണം. അപ്പം ഈ ഒരു ബീക്കർ കണ്ടോ? ബീക്കറല്ല, ഹലോ, ഈ ബോൾ കണ്ടോ? ബൗൾ കണ്ടോ? കണ്ടോ? ഇതിനകത്ത് വെള്ളം നിറയ്ക്കലാണ് നമ്മളെ മെയിൻ പരിപാടി. മീൻ നിനക്ക് പിന്നെ ഇട്ടുതരാം. അത് വെറുതെ വെള്ളം നിറച്ചാ പോരാ. ഈ സാധനം കണ്ടോ? ഇത് വെച്ച് അവിടെ ഒരു ബക്കറ്റ്, 3 ബക്കറ്റ് ഇരിക്കുന്നുണ്ടോ? അതിൽ പോയി ഇതിങ്ങനെ മുക്കി ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒഴിക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ നിറയുന്നത് ആർക്കാണോ അവരാണ്. സമയമുണ്ട്, 7 മിനിറ്റ്. ഇഷ്ടംപോലെ സമയമുണ്ട്. 7 മിനിറ്റ് കൊണ്ട് ഇത് നിറയ്ക്കണം. അപ്പൊ തുടങ്ങിയാലോ? ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട് പറയട്ടെ. റെഡി 1 2 3 സ്റ്റാർട്ട്.
പരിപാടി വാങ്ങട്ടെ ഇല്ല, എവിടെയാണ് എടുക്കുമെങ്കിൽ നോക്കിയോ, എവിടെയാണ് എടുക്കുമെങ്കിൽ നോക്കിയോ. ഇലക്ഷൻ തിന്നോണ്ട് പോണോ? വാശേറി മത്സരത്തിൽ ആരാണ് വിജയിയായിട്ടുള്ളത്? സെലക്സ് അണ്ണൻ. ഇതിന്റെ ഇടയ്ക്ക് കുറെ കള്ളക്കളികളൊക്കെ നടന്നായിരുന്നു. എബിനെണ്ണൻ ഞാൻ നടത്തിയില്ല. എബിനെണ്ണൻ നിങ്ങളെന്ന് കുറെ അങ്ങേരയിൽ ഇട്ടു. അതാണ് അതപ്പം ഓക്കെ. അപ്പം സെലക്സ് അണ്ണൻ ഇങ്ങ് വാ. അപ്പൊ ഗെയിം ഞാൻ ജയിച്ച കപ്പിത്താൻ ഗെയിമില് ഞാൻ ജയിച്ചതുകൊണ്ട് എന്റെ ചലഞ്ച് ഗെയിമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. വെയിറ്റ് ആൻഡ് സീ. ഞാൻ ജയിച്ച മറ്റൊരു കപ്പിത്താൻ ഗെയിമിന്റെ ചലഞ്ച് ഗെയിമാണ്. അതെ അതെ. അതായത് സംഭവം വേറെ ഒന്നുമില്ല. ഈ ബലൂൺ കണ്ട ബലൂൺ ഇവിടെ നിന്ന് എടുക്കുക. ഓക്കെ, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നിന്റെ പരിപാടിയാണ്. ഇങ്ങനെ പൊക്കണം. എന്നിട്ട് ഇതിന്റെ അകത്ത് ഇടണം. ഓക്കെ, അത് എങ്ങനെയല്ല ഇങ്ങനെ. എന്നിട്ട് അടുത്ത് അതൊന്ന് എടുത്തിട്ട് പത്തോട്ട് ഇതിൽ വെക്കണം. ഇതിൽ നിന്ന് വിടണം. ഇങ്ങനെ ചെയ്താ പോരെ. ഇങ്ങനെ 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 10 എടുക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാലേ നമ്മളിതിങ്ങനെ ഊതി ഇങ്ങനെ ഇങ്ങനെ വായി വെച്ചോണ്ട് തന്നെ കൈ കൊണ്ട് ബലൂണി പിടിച്ചൂടാ. അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെക്കണം. പക്ഷെ വേറെ കാര്യം എന്ന് പറഞ്ഞാലേ ഇങ്ങനെ ഒരു 3 എണ്ണം ആകുമ്പോഴത്തേക്ക് ഇത് ലൂസായി പോയി, എടുക്കുമ്പോൾ ഒന്നേ വരും. അതുകൊണ്ട് 3 എണ്ണം ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 3 എണ്ണം ഇങ്ങനെ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തിട്ട് വീണ്ടും എടുത്തിട്ട് അതിൽ കൊണ്ടിട്ട് വേണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്യാം. അയ്യോ ഓരോന്നും പറ്റൂല. ഇതിപ്പോ 2 എണ്ണം എടുത്തെങ്കിൽ ഇതിങ്ങനെ ഇടണം. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പെരിപ്പിച്ചിട്ട് ഇപ്പുറത്ത് ഇടണം. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്യാം. അതായത് ലൂസായി പോവാതിരിക്കും, ഒന്ന് പ്രസ് ചെയ്യാം. മനസ്സിലായോ? സമയം നിനക്ക് മൊത്തം ഇടുന്ന ആരാണോ ആദ്യം അവർ ജയിക്കും. അത്രേ ഉള്ളൂ. Ready, 1, 2, 3, start. അവളത് സിമ്പിൾ ആയിട്ട് പിടിക്കാതിരുന്നുണ്ട്. അത് വേണമെങ്കിൽ ഇറുക്കാം. അങ്ങനെ ഇറുക്കാം. നശിപ്പിച്ച് കൊട്ടച്ചാരായ കയറ്റി കൊട്ടാര നശിപ്പിച്ച്. കൈകൊണ്ട് പിടിക്കാതെ അനന്താ, അല്ലെങ്കിൽ ഒരു പോ എടുത്ത് വെക്കുന്ന മാത്രം അങ്ങനെ. ഗായത്രി ഗ്ലാസ് ഇറുക്കി പൊട്ടിക്കുന്നില്ല. മറ്റേ രീതി ചെയ്യാൻ കുഴപ്പമില്ല. അനന്താ പാർ ബിഹേവ്. കൈ കൊണ്ടാ പോയി. നീ അവളെ നോക്കുന്നതിന് അവളെ പൊക്കോണ്ടിരിക്കുകയാണ്. അകത്തിറക്കടി, അടി ഇറക്കടി. Ready, 1, 2, 3, start. കൈ തൊട്ട അടിക്കും ഞാൻ. ഒരു ബലൂൺ പോലും പരിപാടി അങ്ങനെയല്ല മോനെ. ഇട്ടാണ്. അയ്യോ, സാധനം പോയി.
ബലൂൺ പിടിക്കാം. ഊതുമ്പോ പിടിക്കാം. ഊതുമ്പോ ഇല്ല, പിടിച്ചോ? പിടിച്ചൂടാ. ഊതുമ്പോ പിടിക്കാം. 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 പിടിക്കാൻ ഭയങ്കര എളുപ്പമല്ലേ? പിടിച്ചൂടാ, കയ്യറാ അങ്ങോട്ട്. ഊതുമ്പോ പിടിക്കാന്ന്. വേണ്ട. എന്തൊരു കാണിക്ക എനിക്ക് പോലും മനസ്സിലാവുന്നില്ലല്ലേ. ഇറുക്കിക്കോ, ഗ്ലാസ് ഒന്ന് ഇറുക്കിക്കോ. ഗ്ലാസ് ഇറക്കിയാലും വരത്തില്ല ഇനി. ഗ്ലാസ് ഇറുക്കടാ, പൊക്കായി. ദേ ഇവിടെ അങ്ങനെ ജയിച്ച്. അത് കള്ളക്കളി കളിച്ചിപ്പം. ഗ്ലാസ് ഇറുക്കടാ. എടാ ഗ്ലാസ് ഇറുക്കടാ. ഇവര് അത് ചെയ്യുന്ന കണക്ക്. അപ്പൊ ഫൈനൽ റൗണ്ടിലേക്ക് നിനക്ക് എവിടെ വേണം? ഓക്കെ, ആ ഗായത്രി വിശാല വിഷയനായ ബലൂൺ വായിലല്ലേ? കമോൺ കുനിയോ. അവിടെ രണ്ട് 1 2 3 സ്റ്റാർട്ട്. മൂത്ത് വിദ്യ തന്നെ. അതിന്റെ ടീമാ. വ്യത്യസ്തമായ ഒരു ഗെയിമിൽ അദ്ദേഹം തോറ്റു, ഗായത്രി ജയിച്ചു. അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ? അതായത് ഡേ ടൂവിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ, സൂര്യ കോമഡിയുടെ ഡേ ടൂവിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ വക